ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യം. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഇന്ന് മൈലാപ്പൂരിലെ അത്ഭുത ശ്ലീവായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. വളരെ വേദനയോടുകൂടി ഈശോ പറയുന്ന ഒരു വാക്കല്ലേ, ഈ തലമുറയെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈശോ വേദനയോടുകൂടി ഈ ഒരു വചനം പറയുന്നത്? സ്നാപകയോഹന്നാന്റെ വചനം കേട്ടിട്ട് തിരുത്താതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നവരെ കണ്ടപ്പോൾ വേദനയോടുകൂടി എൻ്റെ ഈശോ പറയുകയതേ, ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കും? അവരുടെ ജീവിതത്തില് ഒരു മാറ്റവും ഇല്ലല്ലോ. സ്നാപകയോഹന്നാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും സ്നാനപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് നയിച്ചപ്പോൾ, അവരുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുത്തപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റാതെ പാപത്തിൽ തന്നെ ജീവിച്ചവരെ കണ്ടാണ് ഈശോ വേദനിച്ച് ഈ ഒരു വാക്ക് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ എൻ്റെ ഈശോ എന്നെയും നോക്കി ഈ ഒരു വാക്ക് പറയാനായിട്ട് ഇടയാവുന്നുണ്ടല്ലേ. പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മളെ തിരുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പല വ്യക്തികളിലൂടെ, ഒന്നുകിൽ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ ഗുരുക്കന്മാര്, വൈദികര്, സന്യസ്തര്, കൂട്ടുകാര്, ഇവരിലൂടെയൊക്കെ എൻ്റെ ദൈവം പലപ്പോഴും എൻ്റെ ജീവിതത്തില് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില പാപങ്ങളും തഴക്കദോഷങ്ങളും എന്നിൽ നിന്ന് മാറ്റാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവം പല അവസരങ്ങള് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടും ആ അവസരങ്ങളെ നിഷേധിച്ചുകൊണ്ട് പാപത്തിൽ തന്നെ, തെറ്റിൽ തന്നെ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെയും നോക്കി വേദനയോടുകൂടി പറയും, ഇവനും ഒരു മാറ്റവും ഇല്ലല്ലോ, ഇവനെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത്? സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും തെറ്റുകൾ സംഭവിക്കാം. നമുക്കറിയാം, നമ്മളൊക്കെ മനുഷ്യരാണ്. ഒത്തിരിയേറെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ കുറവുകളും ഈ പോരായ്മകളും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിത് പരിഹരിക്കാനായിട്ട് തയ്യാറാവണം. കുറവുണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നാം തയ്യാറാവണം. വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഓർത്ത് സന്തോഷിക്കും. ദൈവത്തിന് എന്നെ ഓർത്ത് സന്തോഷിക്കാനായിട്ടുള്ള ഒരവസരം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ പാപം കഴുകിക്കളയുമ്പോൾ എൻ്റെ ദൈവം സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളും പോരായ്മകളും ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തില് തിരുത്തലുകൾ നൽകുമ്പോൾ സന്തോഷത്തോടുകൂടി അവ സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ പാപക്കറകൾ കഴുകി വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട്, ദൈവത്തിന് പ്രിയപ്പെട്ട അവന്റെ മകനും മകളുമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.